കൃഷി ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഏലം, കുറച്ച് കുരുമുളക്, വാഴ, കപ്പ, ചേന, ചേമ്പ്, പിന്നെ പച്ചക്കറി, കുറേ പച്ചക്കറികളെല്ലാം ഉണ്ട്. ഇത് നെയ്ക്കുമ്പളം എന്ന് പറയും. ധാരാളമായിട്ട് ഉണ്ടാകുന്നൊരു സാധനമാണേ. ഇതെല്ലാം ഉണ്ട്, ധാരാളമുണ്ട്. ഞാനിപ്പോൾ ഒരു 500 രൂപയുടെ സാധനം കൊടുത്തു. ഒറ്റ മൂടേ ഉള്ളത്. മൂട് ഇവിടെയാണ്. ആകെ ഒരു മൂടാണ്. ഒരു എവിടെ നിന്ന് കിട്ടും? കിട്ടുന്നത് അതുപോലെ നല്ല നല്ല മണ്ണല്ലേ, മണ്ണിൻ്റെ ആ ഗുണം തന്നെയാണെന്ന് വെച്ചോ. വളം ചാണകപ്പൊടി തന്നെ അവിടെ കൊണ്ട് ഉണക്കാനിട്ടിരിക്കുന്നത്. അത് ചാണകപ്പൊടി കൊണ്ടാണ് നമ്മളിതെല്ലാം കൃഷി ചെയ്തെടുക്കുന്നത്. സ്ഥലം ഇപ്പോൾ ഒരു 1.25 ഏക്കർ വരും. വഴി പോലും ഒഴിവാക്കിയിട്ടില്ല. അല്ലാതെ ഈ എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യണം. നമ്മൾ ഈ വഴി എന്ന് പറയുന്നത് നമ്മുടെ അത്യാവശ്യം നടക്കാനുള്ളത് മാത്രം മതിയല്ലോ. ഈ ബൈക്കൊക്കെ ഇറക്കിക്കൊണ്ടിരുന്ന വഴിയാണ്. ഇതിലൂടെയൊക്കെ കയറി വരാനും പോകാനും ഒക്കെ നമുക്കിത് ധാരാളം മതി. മുറ്റത്തെല്ലാം ഏലം വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലവും നമ്മൾ വേസ്റ്റായിട്ടിരുന്നില്ല. എല്ലാ സ്ഥലത്തും നമ്മൾ ഈ കൃഷി ചെയ്യാണ്. സ്ഥലം ഇപ്പോൾ ഒരു 1.25 ഏക്കർ വരും. ഫുൾ കൃഷിയാണ്. ഇത് നല്ല നീളത്തിൽ ഉള്ള സാധനമാണ്. നല്ല ലെങ്തുണ്ട്. നല്ല നീളം. ഇപ്പോഴും കായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പൂവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 12 മാസം നമുക്ക് ഇതിനകത്ത് നിന്ന് ആദായം കിട്ടും. ക്വാണ്ടിറ്റി കുറവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. മെയിനായിട്ട് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിലാണിത് മെയിനായിട്ട് ഇതിൻ്റെ ആദായം കിട്ടുന്നത്. പിന്നെ നമ്മൾ പരിപാലിക്കുന്ന പോലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ 12 മാസം നമുക്ക് ഇതിനകത്ത് ആദായം എടുക്കാവുന്നതാണ്. എൻ്റെ പേര് ജോസഫ് പുത്തമ്പരിക്കൽ എന്ന് പറയും. ഇപ്പോൾ 68 വയസ്സുള്ള വാഴ ഇപ്പോൾ കൃഷി ചെയ്യുന്നു. ഇത് വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലം. വണ്ടിപ്പെരിയാറിൽ HBC എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കൃഷിയാണ്, ഇടുക്കി ജില്ലക്കാരുടെ സ്പെഷ്യൽ കൃഷിയാണ് ഈ ഏലക്കൃഷി എന്നുള്ളത്. അത് മിക്കവാറും ഉള്ളവരെല്ലാം ഇത് ചെയ്യാറുണ്ട്. അതിൽ ഈ സാധനം ഇപ്പോൾ ഒരു 3 വർഷം കൊണ്ട് നമുക്ക് ആദായം എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുത്ത കാലാവസ്ഥയാണ്, അന്തരീക്ഷമാണ്. അതിൽ നിന്ന് ഈ സാധനം നല്ലപോലെ ഇവിടെ ഉണ്ടാകും. നാട്ടിൻപുറത്താണെങ്കിൽ ഇത് ഇത്രയും പൊലിമയോടെ സാധനം ഉണ്ടാകത്തില്ല. ഈ കായൊക്കെ വളരെ ചെറുതായിരിക്കും. പിന്നെ ഈ സാധനത്തിന് എണ്ണം കുറവായിരിക്കും, ഇതിന് നീളം കുറവായിരിക്കും. ഇത്രയും നീളമൊന്നും കാണുകയില്ല, വളരെ നീളക്കുറവായിരിക്കും. ഇത് ഇതുപോലെയൊക്കെ നിൽക്കും. അങ്ങനെയുള്ള കൃഷി നാട്ടിൻപുറത്താണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു കാഴ്ചയായിട്ട് നിൽക്കാമെന്നുള്ളതല്ലാതെ ഇതുപോലെ കൃഷി ഉണ്ടാക്കിയെടുക്കാൻ നാട്ടിൻപുറത്ത് പറ്റിയല്ല. അവിടുത്തെ കാലാവസ്ഥ ഇതിന് പറ്റുന്നതല്ല. അപ്പോൾ ഇത് ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഇത് മണ്ണ് നല്ലപോലെ ഇളക്കിയിട്ട്, ഈ സമയത്തല്ല മഴ സമയത്ത് മണ്ണ് നല്ല ഇളക്കിയിട്ട് ആ ഒരു കുഴിയെടുക്കുക. ഈ വാഴക്കുഴി എടുക്കുന്ന പോലെ കുഴിയെടുക്കുക. ആ കുഴിയെടുക്കുന്നതിനകത്ത് ഈ സാധനം ഒരെണ്ണം അങ്ങ് നടുക, ഒരു കമ്പ് കുത്തി കൊടുക്കുക. ആ കമ്പ് കുത്തി കെട്ടി കൊടുത്താൽ മതി. ചുവട്ടിൽ ചപ്പിട്ട് കൊടുക്കണം, ഇലയിട്ട് കൊടുക്കുക, വെള്ളം നനച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ഇതുപോലെ 5-6 എണ്ണം വരെ ആകും. ഒരു വർഷം ആകുമ്പോഴത്തേക്കും ഇതുപോലെ 10-15 എണ്ണം ആകും. 2 വർഷം ആകുമ്പോഴത്തേക്കും 10-30 എണ്ണം ആകും. അതിൽ നിന്ന് ഈ സാധനം ഉണ്ടായി വരും. ഈ ഒരു സാധനത്തിൽ നിന്ന് ഈ വരുന്ന പോലെയുള്ള സാധനം ഉണ്ടായി വന്നാൽ ഇതുപോലുള്ള സാധനങ്ങൾ വരും. അതിലാണ് ഈ കായ ഉണ്ടാകുന്നത്. ഇത് ഒരു 3 വർഷം ആകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആദായം കിട്ടും. സ്വന്തമായിട്ട് ചെയ്യാൻ ആദായമാണ്. കൂലിക്കാരെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ വില കുറവാണ്. ഇപ്പോൾ നമുക്കിത് 1400 രൂപ 1300 രൂപയൊക്കെ വിലയുള്ളൂ. ഇത് ഉണങ്ങുന്ന പറഞ്ഞാൽ ഇതിന് സ്റ്റോർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇത് ഉണങ്ങുന്ന ഡ്രയർ. ആ ഡ്രയറിൽ ഇത് നമ്മൾ കൊണ്ട് കൊടുത്താൽ 1 കിലോയ്ക്ക് 12 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് അവർ ഉണങ്ങിത്തരും. 5 കിലോ 4.5 കിലോ 5 കിലോയ്ക്ക് 1 കിലോ ഡ്രൈയായിട്ട് ഉണങ്ങിയ ആ സാധനം നമുക്ക് കിട്ടും. ആ സാധനത്തിനാണ് ഈ വില 1300-1400 രൂപയൊക്കെ വിലയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഒരു 1500 രൂപയെങ്കിലും വില കിട്ടിയില്ലെങ്കിൽ ഈ കൃഷി മെച്ചമായിട്ട് നമ്മൾ കണക്കൂട്ടാൻ പറ്റില്ല. സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് പിടിച്ച് നിൽക്കാം. ഇതിന് വളം ചെയ്യുന്നത് പറഞ്ഞാൽ ചാണകപ്പൊടിയാണ് ഇടുന്നത്. ചാണകപ്പൊടിയാക്കിയാണ് ഇടുന്നത്. പിന്നെ നമ്മൾ കലക്കി ഒഴിക്കും. ചാണകം, വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഈ സാധനം 3ഉം കൂടെ പുളിപ്പിച്ചിട്ട് 1 ആഴ്ച കെട്ടി വെച്ചിട്ട് അത് കോരി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചുറ്റും ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചവറിടുക, ചുവട്ടിൽ ചവറിടുക. ഇപ്പോൾ കായുള്ള സമയമാകുമ്പോൾ ഇത്രയും ചവർ കുറവ്. അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ നല്ലപോലെ ഇതാ കിടക്കുന്ന സാധനമല്ല, ഇതിൻ്റെ ചുവട്ടിൽ കിടക്കേണ്ടതാണ്. അങ്ങനെ ആണ് ഇതിൻ്റെ കൃഷി. ഇതൊരു തേനീച്ചപ്പെട്ടിയാണേ. ഇതിൽ തേനീച്ച നമ്മൾ വളർത്തുകയാണെങ്കിൽ ഇതിന് പരാഗണം നടക്കണമെങ്കിൽ തേനീച്ച ധാരാളമായിട്ട് വരണം. അത് നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടെങ്കിൽ ഈ നേരം വെളുക്കുമ്പോഴേ തന്നെ പൂവിലെല്ലാം ഈ തേനീച്ച ചെന്ന് പരാഗണം നടത്തി ഈ ഉള്ള പൂവ് കറക്റ്റായിട്ട് കായുണ്ടാകും. ഇത് ദൂരെ നിന്ന് വരികയാണെങ്കിൽ
വന്നിത് പരാഗണം ചെയ്യുമ്പോഴത്തേക്കും ഈ പൂവിൻ്റെ പരാഗണം നടക്കാതെ ഒത്തിരി അത് വേസ്റ്റായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തേനീച്ചക്കൂട് നമ്മുടെ സ്വന്തം പറമ്പിൽ 2-3 എണ്ണമെങ്കിലും വെക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയ ആദായമാണ്. അതിന് നമുക്ക് പരാഗണം നടന്ന് നമുക്ക് കൂടുതൽ കായ ഉൽപ്പാദനം ഉണ്ടാകും. എല്ലാ കൃഷിക്കാരും അങ്ങനെ ഒന്ന് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളു പറമ്പിൽ പണികളെല്ലാം ചെയ്യാനേ. ഞങ്ങൾ രണ്ടുപേരുടെ പണി. പിന്നെ ഈ കായ എടുക്കുന്ന സമയത്ത് ആൾക്കാർ കൂടുതൽ വെച്ച് കായൊക്കെ എടുക്കണം. അത് ഒറ്റയ്ക്ക് എടുത്താലൊന്നും തീരെയല്ല. എനിക്കിത് വലിയ പരിചയമില്ല. നമ്മളെ കൊണ്ട് ഈ നടുവ് പറ്റിയാലും ഒത്തിരി നേരം കുനിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. വേറെ ആൾക്കാരെ വിളിച്ച് ചെയ്യും. ഇപ്പോൾ കായ എടുത്തിട്ട് വന്നു അങ്ങനെ ശകലം സ്ഥലം പോലും നമ്മൾ വേസ്റ്റാക്കി ഇടത്തില്ല. ഇതുപോലെ ഇതിനകത്ത് വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്ര അകലത്തിലെങ്കിലും ഇത് നമ്മൾ കൃഷി ചെയ്യണം. അപ്പോൾ ഇതുപോലെ ചൂടൽ വേണം. ഓവർ ചൂടലും പാടില്ല. ഓവർ ചൂടലാണെങ്കിൽ ഇത് ഉണ്ടാകത്തില്ല. ഇത് എണ്ണം കുറവ് ഈ സാധനത്ത്. ഇതിപ്പോൾ തെളിച്ച് വെള്ളം സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും സാധനം. അല്ലെങ്കിൽ ഇതിന് എണ്ണം കുറയും, ചെറുതായിട്ട് നിൽക്കും. വഴുതനയുണ്ട്, കത്ത് ഈ ഞൊട്ടാഞ്ഞൊടിയെന്ന് കണ്ടില്ലേ? നല്ല സാധനം, നല്ല അതിപ്പോൾ വലിയ ഫേമസ് ആയിട്ട് വരിക സാധനം. ഇതിൻ്റെ പഴുത്ത സാധനമാണ്. ഒരാൾ തന്നാണ്. ഒരെണ്ണം പഠിച്ച് നോക്ക്. ഇതുണ്ട് 5 വർഷമായ ഇത് ഈ ഒരു ചെടി ഇവിടെ നിൽക്കാനായിട്ട് 5 വർഷമായിട്ട് നമുക്ക് ആദായം കിട്ടിക്കൊണ്ടിരിക്കും. ഒരു ബക്കറ്റ് 2 ബക്കറ്റ് കായൊക്കെയാണ് ഇതെന്ന് എടുക്കുന്നത്. അതെ, മഴയ്ക്ക് മുമ്പേ താഴ്വശം വരെ കൊണ്ടുവന്ന് ആറൊക്കെ കണ്ടിട്ട് ഏലത്തിന് വെള്ളം അടിച്ചു കൊടുക്കാം. ഇപ്പോൾ റെഡി. ഏലത്തിന് വെള്ളം അത്യാവശ്യ കാര്യമാണ്. ഈ സമയത്ത് വേണ്ട. വേനൽ സമയത്ത് വാഴക്കല കാറ്റ് പിടിച്ചതാ. അതവിടെ കിടന്നാൽ കറി വയ്ക്കാൻ കിട്ടും. കുളവൻ 6 പെരിയാറ്. പെരിയാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലുവ പെരിയാറല്ല, മുല്ലപ്പെരിയാറിന്ന് അവിടെ നിന്ന് വരുന്ന പെരിയാറെന്ന് ഡാമിൽ നിന്ന് വരുന്ന ആണ്. ഇത് പാവൽ കൃഷിയാണേ. ഇതൊരു 20-25 ദിവസമേ ഉള്ളൂ. ഇതിന് നമ്മൾ നെറ്റ് വലിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിറയെ കായ ഉണ്ടാവും. വെള്ളം കയറിയില്ലെങ്കിൽ, വെള്ളം കയറാൻ ചാൻസ് ഇല്ല. ഈ ആണ്ടിൽ വെള്ളം കയറാൻ ചാൻസ് ഇല്ല. ഒഴുക്കായിട്ടൊന്നുമില്ല. ഒഴുക്കുന്ന നല്ല ശരിക്കും മഴയുള്ള സമയത്ത് ഒഴുക്കുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ വെറുതെ അങ്ങനെ കിടക്കാം. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് പയർ ഞങ്ങൾ തന്നെ നമുക്കിവിടെ അവിടെ മുളയുണ്ട്. ഇതേപോലെ മഞ്ഞ മുള വെട്ടി നാട്ടി അതിനൊന്നും കാശ് കൊടുക്കണ്ട. എല്ലാം നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന നല്ല ഇത്രയും നീളമുള്ള ഭയങ്കര പയർ. 28 മണി 32 മണിയൊക്കെ ഉണ്ട് ഇതിന് ഒരു പയറിന്. ആ ടൈപ്പ് സാധനങ്ങളാണ്. ഇടിമഴക്ക് നല്ല മഴ പെയ്യാൻ സാധ്യത. എല്ലാം ആദായം എടുക്കാറായി ഇറങ്ങും. നല്ലപോലെ കായ്ക്കുന്നത്. ആറ്റടുത്ത് ഈ വളവും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ശരിക്കും കായുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പഴുത്തിരിക്കുക. എല്ലാം വിളവെടുക്കാറായിരിക്കുക. വിളവെടുക്കാനായി കിടക്കുക. എല്ലാം നല്ല ശരിക്കും കായുണ്ട്. നമ്മൾ കൃഷിക്കാന്ന് പറഞ്ഞാൽ കൃഷിയുടെ പുറകെ തന്നെ നിൽക്കണം. കൃഷിയുടെ പുറകെ തന്നെ നിന്ന് അതിൻ്റെ പരിചരണം കറക്റ്റായിട്ട് ചെയ്യണം. ഈ കർഷകനെന്ന് പറഞ്ഞാൽ ഉറക്കവും ഊണൊക്കെ അത്ര പുതുമയൊന്നുമില്ല. കാരണം അവന് ഇത് രാത്രിയിലൊക്കെയാണ് ഇതിന് വെള്ളം അടിക്കുന്നത്. രാത്രിയിൽ 8-9 മണി വരെ ഹെഡ്ലൈറ്റ് വെച്ചൊക്കെയാണ് വെള്ളം അടിക്കുന്നത്. അത് കഴിഞ്ഞാണ് കുളിയും നനയൊക്കെ. പകൽ മുഴുവൻ നമ്മൾ അധ്വാനിക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് തെളിക്കണം. കാരണം പടിഞ്ഞാറ് ചരിവാണ് ഭൂമി. പടിഞ്ഞാറോട്ടുള്ള സൂര്യൻ അടിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇതിന് ഒരു 6 മണിക്ക് ശേഷം ഇതിന് വെള്ളം നനയ്ക്കാൻ പറ്റുള്ളൂ. അത് 8-9 മണി രാത്രി വരെ നമ്മൾ അടിക്കുക. അതിന് മടിപ്പ് തോന്നാൻ നമ്മൾ ചെയ്താൽ അതിൻ്റെതായ ആദായം കിട്ടും. അതിനൊരു കൂലിക്ക് ആളിനെ വയ്ക്കാനോ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാനോ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ആദായം കിട്ടും. ഇത് പാവൽ ഇട്ട് 10-25 ദിവസമായുള്ളൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഇവനെല്ലാം കയറി കായായിരിക്കും. ഇവിടെ എല്ലാം ഇടിക്കുന്നത് സൈഡ് പണിയായിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇതെല്ലാം ഇനി പന്തലിട്ട് കൊടുക്കണം. ഇത് അവിടെ മോട്ടർ ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ അങ്ങോട്ട് വീടിൻ്റെ അങ്ങോട്ട് അടിക്കും. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടിക്കും.
ഡാം ഇവിടുന്നൊരു 15 അടുത്ത മഴയല്ല, ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ വ്യത്യാസം. ഇതിന് നേരെ ഞാൻ താമസിക്കുന്ന നേരെ വരും ഡാം. ഇത് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വരുന്നതാണ്. ചീനിക്കിഴങ്ങ്, മറ്റേ മധുരക്കിഴങ്ങ്, അതുണ്ടാകുന്ന അതിൻ്റെ വേറൊരു വെറൈറ്റി അത്. ഇല്ല, ആയി വരുന്നേ ഉള്ളായിരുന്നു. വാഴക്കൃഷിയുണ്ട്. പിന്നെ അവിടെ അങ്ങേറ്റം വരെ ഉണ്ട് സ്ഥലം, അങ്ങേറ്റമാണ്. അവിടെ എല്ലാം വാഴയുണ്ട്. കൊലയും കിട്ടാനുണ്ട്. നമുക്ക് ഈ ഒരു ആദായം മാത്രം നോക്കില്ല. ഈ വാഴക്കൊല എന്ന് പറഞ്ഞാൽ വാഴക്കൊലയും വേണം, കപ്പ വേണം, പിന്നെ ഈ ചീനിക്കിഴങ്ങ് വേണം, കാച്ചിൽ വേണം. ഇതൊക്കെ കഴിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ചേനയുണ്ട്. അങ്ങനെ എല്ലാ ഒരു കൃഷിക്കാരെന്ന് പറയുമ്പോൾ എല്ലാ കൃഷികളും നമ്മൾ ചെയ്യാൻ താല്പര്യം ആയിരിക്കണം. പിന്നെ ഈ നാട്ടിൽ പന്നിശല്യം, മൃഗങ്ങളുടെ ശല്യം, അതുകൊണ്ട് ആൾക്കാർ ഒത്തിരി കൃഷി ചെയ്യാതെ പോകുന്നുണ്ട്. ഒന്നും ചെയ്തല്ല, ഒരു വളവും ചെയ്തില്ല. പിടിക്കണേ, നിങ്ങൾ പിടിക്കണം. കപ്പ ഞങ്ങളൊന്നും പറിക്കാൻ തുടങ്ങിയില്ല, തുടങ്ങുന്നേ ഉള്ളൂ. അത്യാവശ്യം കൃഷികൾക്ക് ഉണ്ട്. ഒരു വളവും ചെയ്തിട്ടില്ല, ഉള്ള വളത്തിൽ ഉണ്ടായ സാധനമാണ്. ഇതിപ്പോൾ ഒരു 4 കിലോ 5 കിലോ സാധനം. 5 കിലോ വരും. 5 കിലോ വരും. നല്ല സാധനം നമുക്ക് കഴിക്കാമല്ലോ. ഇങ്ങനെ സ്വന്തമായിട്ട് പറമ്പിലിട്ടെടുത്താൽ നല്ല സാധനം ഉപയോഗിക്കാം. നല്ല സൂപ്പർ കപ്പ. ഒരെണ്ണം 1 കിലോ ഒഴിച്ചുണ്ട്. രാസവളം പരിപാടിയൊന്നും നമുക്കില്ല. എല്ലാം ഈ തന്നെ പാവയ്ക്ക ഉണ്ടാക്കാനുണ്ട്. പാവയ്ക്കാണെങ്കിലും നമ്മളിത് ഈ വിഷമടിച്ചുള്ള പരിപാടിയൊന്നുമില്ല. എല്ലാം കായെല്ലാം നമ്മളിങ്ങനെ പൊതിഞ്ഞിട്ടെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ വിഷമയമില്ല. അങ്ങനെയാണ് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയാണ്. നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിങ്ങനെ വിഷരഹിത പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാം. മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കില്ല. നമ്മൾ പരിസരത്തെല്ലാം വൈഫും ഞാനൊക്കെ ആയിട്ട് കൊണ്ടു കൊടുത്താൽ നമുക്ക് അസൽ പ്രൈസ് കിട്ടും. നമുക്ക് അതിന് നല്ല വില കിട്ടും. കടയിൽ കൊണ്ട് കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതലായിരിക്കും നമുക്ക് ഇവിടെ കൊടുക്കാം. നല്ല സാധനം ആയതുകൊണ്ട് ആൾക്കാർ ഇത് നല്ലപോലെ വാങ്ങിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ഈ വളമൊന്നും ചേർക്കാത്ത സാധനം വേണ്ടേ. ചീരയൊക്കെ ആണെങ്കിൽ എല്ലാം രുചിയാണല്ലോ. ഇത് 2 വർഷത്തിന് മുമ്പ് ഞാൻ ഇതൊന്നും അല്ല, ഇതിലേക്കാട്ട് അത് കൃഷിഭവനിൽ നിന്നേ നല്ല കർഷക ദമ്പതികൾക്ക് ഉള്ള അവാർഡ് എനിക്കും വൈഫിനും കൂടെ ചേർന്ന്. നേരത്തെയും ചെയ്യുമായിരുന്നു. എൻ്റെ അപ്പനൊക്കെ കൃഷിക്കാരൻ തന്നെയായിരുന്നു. അതിൻ്റെ ആ ഒരു വാസന നമുക്ക് കൊണ്ടുവന്നു വെച്ചു. പിന്നെ ഈ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷനിൽ ജോലിയായിരുന്നു. അത് റിട്ടയർഡ് ആയതിനു ശേഷം പിന്നെ ഫുൾ ടൈം നമ്മൾ ഇതാണ് ഈ കൃഷിയിലേക്കാണ് കിടന്നത്. പെട്ടെന്ന് പോരെ മഴ, നിങ്ങളും പോരെ മഴയാണേ. വാ പെട്ടെന്ന് പോരെ. മഴ വീണ് കഴിഞ്ഞു. വാ